സ്ത്രീകളുടെ മയ്യിത്ത് നിസ്കാരം അല്ലേ? സ്ത്രീകൾക്കും എന്ത് ചെയ്യാം? മയ്യിത്ത് നിസ്കാരമുണ്ട്. അത് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? മയ്യിത്ത് നിസ്കാരത്തിൽ നിന്ന് തടയുന്നു എന്നുള്ളതാണ്. അത് ശരിയല്ല. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു, ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു മരിച്ച സമയത്ത് ആയിഷ ബീവി എന്ത് ചെയ്തു? സഅദ് റളിയല്ലാഹുവിന്റെ മയ്യിത്ത് മദീന പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ മദീന പള്ളിയിൽ വെച്ചിട്ടാണ് ആര് നിസ്കരിക്കുന്നത്? സഅദ് റളിയല്ലാഹുവിന്റെ മയ്യിത്ത് കൊണ്ടുവന്ന്, ആയിഷ ബീവിന്റെ വീട് എന്ന് പറഞ്ഞാൽ മദീന പള്ളിയുടെ തൊട്ടപ്പുറത്താണല്ലോ. ആയിഷ ബീവിയും സ്വഹാബി വനിതകളും സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു വേണ്ടിയിട്ട് മയ്യിത്ത് നിസ്കരിച്ചു എന്നുള്ളതാണ്. ഇത് സ്വഹീഹ് മുസ്ലിമിലെ 973 ഹദീസാണ്. ഈ ഹദീസിന്റെ നമ്പർ പ്രത്യേകം പറയുന്നത്, ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ നാട്ടിലൊക്കെ മയ്യിത്ത് മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തടയും. സ്ത്രീകളോട് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയും. അവർക്ക് നിസ്കാരം ഇല്ല എന്നാ പറയാ. അപ്പൊ അതെന്തല്ല, ശരിയല്ല. അപ്പൊ ഞാൻ അങ്ങനെ എവിടെയെങ്കിലും കാണുമ്പോൾ വളരെ നസീഹത്തോടു കൂടി അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പറയാം, ഇങ്ങനത്തെ ഒരു ഹദീസ് ഉണ്ട്. ആയിഷ ബീവിയും സ്വഹാബി വനിതകളും സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു വേണ്ടി നിസ്കരിച്ച സംഭവമാണ്. ഇത് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന 973 ഹദീസാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന 973 ഹദീസ്. അപ്പൊ ഈ സംഭവമാണ് സ്ത്രീകൾക്കും മയ്യിത്ത് നിസ്കാരം ഉണ്ടെന്നുള്ളതിന് ഒരു തെളിവ്. ഇനി രണ്ടാമത്തെ ഒരു അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിൽ ഒരു വിധി വന്നാൽ അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്താണ്? ഒരുപോലെ ബാധകമാണ്. ഇസ്ലാമിലൊരു നിസ്കാരം ഉണ്ട്, അത് ആണുങ്ങൾക്ക് മാത്രമാണെന്ന് പറയാൻ എന്ത് വേണം? തെളിവ് വേണം. ഒരു നിസ്കാരം ഉണ്ടെങ്കിൽ അത് ആണുങ്ങൾക്കും ഉള്ളതാണ്, പെണ്ണുങ്ങൾക്കും ഉള്ളതാണ്. ഇതാണ് അടിസ്ഥാനം. അപ്പൊ ആണുങ്ങൾക്ക് മാത്രമാണ് ഒരു നിസ്കാരം എന്ന് പറയണമെങ്കിൽ അതിന് എന്ത് വേണം? തെളിവ് വേണം. അപ്പൊ മയ്യിത്ത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ അങ്ങനത്തെ ഒരു തെളിവും വന്നിട്ടില്ല. അപ്പോൾ മയ്യിത്ത് നിസ്കാരം എന്നുള്ളത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉള്ളതാണ്. അല്ലാഹു അലം.